ഹായ് ഓൾ, നമ്മൾ കഴിഞ്ഞ ദിവസം ടൂവിൻ്റെ ടേബിള് പരിചയപ്പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടു വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആരും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് നോക്കിക്കോ, സാറ് പറയുന്നത് ചേർത്തിരുന്ന് പഠിച്ചു. 456 നമ്മൾ 2 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. സാർ 3 പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, 456 ഗുണിക്കണം 2. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൂട്ടലായാലും കുറയ്ക്കലായാലും ഗുണിക്കലായാലും നമ്മൾ വലതുഭാഗത്ത് നിന്ന് അറ്റത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക തുടങ്ങുക. അപ്പൊ നമ്മൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഗുണിക്കലാണ്. നമ്മൾ ഈ അറ്റത്ത് നിന്നാണ് ഗുണിക്കൽ തുടങ്ങുന്നത്. അപ്പൊ അത് നമുക്ക് 6നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ ടേബിൾ അറിയാത്തവർക്ക് അവിടെ ടേബിൾ നോക്കാം, അല്ലാത്തവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടേബിൾ വെച്ച് ചൊല്ലി നോക്കുക. 6 ഗുണിക്കണം 2. 2ന്റെ ടേബിൾ ചൊല്ലുമ്പോൾ 1 2 2 2 2 4 3 2 6 4 2 8 2 10 6 2 എന്ത് കിട്ടും, 12. 6 2 എത്രയാണ്, 12 ആണ് മക്കളെ. 6 2 12 ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതണം, ഈ അറ്റത്ത് നിൽക്കുന്ന 2നെ എഴുതണം. അറ്റത്ത് നിൽക്കുന്ന ആളെയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ 2നെ നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായി താഴത്ത് തന്നെ എഴുതി. ഇതിന് തൊട്ട് താഴെ 2നെ തന്നെ എഴുതി. ബാക്കി ഇവിടെ വന്നിട്ടുള്ള ഈ 1നെ നമ്മൾ ഈ തൊട്ട് മുകളിൽ, ഇപ്പുറത്തെ സംഖ്യയുടെ തൊട്ട് മുകളിൽ ഈ 1നെ എഴുതി. ഓക്കെ ആണല്ലോ, തൊട്ട് മുകളിൽ എഴുതി. ഇനി നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം, 5നെ 2 കൊണ്ട് ഗുണിക്കണം. 5 2 കൊണ്ട് ഗുണിക്കുമ്പോൾ വീണ്ടും നമ്മൾ പട്ടിക എടുത്ത് ചൊല്ലി. 1 2 2 2 2 4 3 2 6 4 2 8 5 2 എത്രയാണ്, 10. 10നോട് കൂടി നമ്മൾ ബാക്കി വന്ന ഈ 1നെ എന്ത് ചെയ്യണം, കൂട്ടണം. 10ന് കൂടെ 1 കൂട്ടി എത്ര കിട്ടുക, 11 എന്ന് കിട്ടും. എന്താ കിട്ടുക, 11. ഈ 11നെ നമ്മൾ ഈ അറ്റത്ത് നിൽക്കുന്ന 1നെ നമ്മൾ ഇവിടെ എഴുതുകയും ബാക്കി വന്ന 1നെ ഈ മുകളിൽ എഴുതുകയും ചെയ്തു. ഈ 1 നമ്മൾ നേരത്തെ കൂട്ടിയത് കൊണ്ട് നമ്മളത് വെട്ടിക്കളഞ്ഞു, ഇതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ഗുണിക്കണം, 4നെ 2 കൊണ്ട് ഗുണിക്കണം. മക്കളെ 4 ഗുണിക്കണം 2. വീണ്ടും നമ്മൾ പട്ടിക എടുത്ത് ചൊല്ലി. 1 2 2 2 2 4 3 2 6 4 2 8 4 2 എത്രയാണ്, 8. ആ 8നോട് എന്ത് കൂട്ടണം, ഈ 1 കൂടി കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9. 8 1 9. നമുക്ക് ഉത്തരം എത്ര കിട്ടി, 912. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഗുണിക്കുക. ഇനി സാർ അടുത്തൊരു പ്രോബ്ലം ഇവിടെ വേറെയും എഴുതിയിട്ടുണ്ട്. 675 ഗുണിക്കണം 2. ഇതും ചെയ്ത് നോക്കിയാലോ. നോക്ക്, ആദ്യം നമുക്ക് ഈ വലത്തും തുടങ്ങാം, മറ്റത്തും തുടങ്ങിയാലേ. 5 ഗുണിക്കണം 2. വീണ്ടും പട്ടിക എടുത്തു. 1 2 2 2 2 4 3 2 6 4 2 8 5 2 എത്രയാണ്, 10. ആ 10ൽ എന്താണ് സാർ എഴുതേണ്ടത്, ഈ അറ്റത്ത് നിൽക്കുന്ന 0നെയാണ് ഇവിടെ എഴുതേണ്ടത്. 0നെ എഴുതി. ബാക്കി എന്തുണ്ട്, 1 ഉണ്ട്. അത് തൊട്ടിപ്പുറത്ത് ഇതിന്റെ മുകളിൽ, ഈ സംഖ്യയുടെ മുകളിൽ ഞാൻ എന്ത് എഴുതി, 1 എഴുതി. ഇനി എന്ത് ഗുണിക്കണം, 7 ഗുണിക്കണം 2. വീണ്ടും പട്ടിക എടുത്ത് ചൊല്ലി. 1 2 2 2 2 4 3 2 6 4 2 8 5 2 10 6 2 12 7 2 14. 14നോട് എന്ത് കൂട്ടണം, ഈ 1 കൂട്ടണം. 14 1 കൂട്ടി എത്ര കിട്ടുക, 15. ആ 15ൽ എന്താ ഇവിടെ എഴുതേണ്ടത്, അറ്റത്ത് നിൽക്കുന്ന 5നെ ഞാൻ ഇവിടെ എഴുതി. ബാക്കി എന്തുണ്ട്, 1 ഈ 1നെ തൊട്ടിപ്പുറത്ത് എഴുതി. ഈ 1 നേരത്തെ കൂട്ടിയത് കൊണ്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ എന്താ ഗുണിക്കേണ്ടത്, 6 ഗുണിക്കണം 2. ചൊല്ലിയാലോ. 1 2 2 2 2 4 3 2 6 4 2 8 2 10 6 2 എത്രയാണ്, 12. 12നോട് എന്ത് കൂട്ടണം, ഈ 1 കൂട്ടണം. 12 1 കൂട്ടി എത്ര കിട്ടുക, 13. ബാക്കി ഇനി ഇവിടെ ഒന്നും നമുക്ക് ഗുണിക്കാനില്ലാത്തത് കൊണ്ട് ആ 13നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, എഴുതി. അപ്പൊ 1350 എന്ന് അതിന്റെയും ഉത്തരം കിട്ടി. ഇനി സാറ് നോക്ക്, ഒരു 2 ഡിജിറ്റ് നമ്പർ, 2 അക്ക സംഖ്യയെ ഗുണിക്കാൻ പോവുകയാണ്. നേരത്തെ നമ്മൾക്ക് ഒരക്ക സംഖ്യ കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ 2 അക്ക സംഖ്യ. നോയിക്കോ, ഒന്നുമില്ല, സിമ്പിൾ ആണ്. നോയിക്കോളൂ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 7 ഗുണിക്കണം 2. വീണ്ടും പട്ടിക എടുത്തു. സാർ ചൊല്ലി. 1 2 2 2 2 4 3 2 6 4 2 8 2 10 6 2 12 7 2 എത്രയാണ്, 14. 7 2 എത്രയാണ്, 14. അതിൽ ഞാൻ എന്താ എഴുതേണ്ടത്, 4നെ ഇവിടെ എഴുതി. ബാക്കി എന്തുണ്ട്, 1 ഉണ്ട്. ആ 1നെ തൊട്ടപ്പുറത്ത് മുകളിൽ എഴുതി. റെഡിയാണ്. അടുത്തത് വീണ്ടും നമ്മൾ 6നെ 2 കൊണ്ട് ഗുണിച്ചു. 6 ഗുണിക്കണം 2. 1 2 2 2 2 4 3 2 6 4 2 8 2 10 6 2 എത്രയാണ്, 12. 12നോട് എന്ത് കൂട്ടണം, ഈ 1 ബാക്കിയുള്ള 1 കൂട്ടണ്ടേ. ആ 1 കൂടി കൂട്ടും, എന്താ കിട്ടുക, 13 എന്ന് കിട്ടും. ആ 13ൽ എന്താണ് സാർ എഴുതേണ്ടത്, 3നെയാണ് ഇവിടെ എഴുതേണ്ടത്. 3 ഇവിടെ എഴുതി. 3 ഇവിടെ എഴുതിയാൽ ബാക്കി എന്തുണ്ട്, 1 ബാക്കിയില്ലേ. 1ന് തൊട്ടപ്പുറത്ത് മുകളിൽ എഴുതി. ഇനി വീണ്ടും 5നെ 2 കൊണ്ട് ഗുണിക്കുക. 1 2 2 2 2 4 3 2 6 4 2 8 2
10. 10 കൂടെ എന്ത് കൂട്ടി? ഈ 1 കൂടി കൂട്ടി 10 1 കൂട്ടി എത്രയാ? 11. 10 1 കൂട്ടിയാ 11. ആ 11 എന്ത് എഴുതണം? 1 ഇവിടെ എഴുതി ബാക്കിയുള്ള 1 ഇവിടെ എന്ത് ചെയ്തു? കൊടുത്തു. വീണ്ടും 7 ഗുണിക്കണം 2. ഒരു 2 2 2 2 4 3 2 6 4 2 8 I 2 10 6 2 12 7 2 എത്രയാണ്? 14. ആ 14 കൂടെ എന്ത് കൂട്ടണം? 1 കൂട്ടണം. 14 1 കൂട്ടിയ പറഞ്ഞേ 15. ആ 15 എന്ത് എഴുതണം? ഇനി ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഗുണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ 15 മൊത്തമായിട്ട് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി. റെഡിയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള മുകളിലെ മുഴുവൻ സംഖ്യ കൊണ്ട് എന്ത് ഗുണിച്ചു? 2 ഗുണിച്ചു. ഇനി വീണ്ടും ഇതിനെയൊക്കെ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് വീണ്ടും ഗുണിക്കണം. ഗുണിച്ചു നോക്കിയാലോ? നേരത്തെ പോലെ 7 ഗുണിക്കണം 2 എത്രയാണ്? 14. 7 ഗുണിക്കണം 2 എത്രയാണ്? 14. സാറിന് ടേബിൾ ചൊല്ലുന്നില്ല. 7 ഗുണിക്കണം 2 14. 14 എന്താണ് എഴുതേണ്ടത്? 4നെയാണ് എഴുതേണ്ടത്. 14 എന്ത് എഴുതണം? 4 നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരക്കം വിട്ട് ഒരു സ്ഥലം വിട്ടിട്ട് വേണം നിങ്ങൾ എന്താ എഴുതാൻ? 4 എഴുതാൻ. ഇവിടെ ഈ 4 തൊട്ട് താഴെ എഴുതുന്നത് ഒരു സ്ഥലം വിട്ട് 3ന്റെ താഴെ വേണം നിങ്ങൾ എന്ത് എഴുതാൻ? 4 എഴുതാൻ. അതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എത്ര വന്നിട്ടുണ്ട്? 1 വന്നിട്ടുണ്ട്. 1നെ നമ്മൾ ഇവിടെ ബാലൻസ് കൊടുത്തു. ദെൻ 6 ഗുണിക്കണം 2 12 ആണ്. 6 ഗുണിക്കേണ്ടത് എത്രയാണ്? 12 ആണ്. 12 കൂടെ എന്ത് കൂട്ടുക? ബാക്കിയുള്ള 1 കൂട്ടി നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. 13 എന്ത് എഴുതണം? 3നെ ഇവിടെ എഴുതുകയും ബാക്കിയുള്ള 1നെ ഇവിടെ കൊടുത്തു. ഈ 1 വെട്ടിയേട്ടാ, ബാക്കി കൂട്ടിയതാണ്. ബാക്കി 6 ഗുണിച്ചു. ഇനി എന്ത് ഗുണിക്കണം? 5. 5 ഗുണിക്കണം 2 എത്രയാണ്? 10 ആണ്. 10 കൂടെ എന്ത് കൂട്ടണം? 1 കൂട്ടണം. 10 1 കൂട്ടി എത്രയാണ്? 11 ആണ്. ആ 11 എന്ത് എഴുതണം? 1 ഇവിടെ എഴുതണം. ബാക്കി വരുന്ന 1നെ നമ്മൾ ഇവിടെ എഴുതട്ടെ. ബാക്കി ഇനി എന്താ ഗുണിക്കാനുള്ളത്? 7 ഗുണിക്കണം 2 14 ആണ്. 14 കൂടെ എന്ത് കൂട്ടണം? 1 കൂട്ടണം. എത്ര കിട്ടുക? 15. അപ്പൊ കൃത്യമായിട്ട് എഴുതി. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ഥലം വിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗുണിക്കുമ്പോൾ ചെയ്യാൻ. ഇനി ഈ 2 സ്റ്റെപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യാം? കൂട്ടാൻ പോവുകയാണ്. അപ്പൊ 4 അതേപോലെ ഇറക്കിയിട്ടു. 3 കൂട്ടണം 4 നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. 1 കൂട്ടണം 3 നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 5 കൂട്ടണം 1 6 ആണ്. 1 കൂട്ടണം 5 6 ആണ്. ഇവിടെ 1 അതേപോലെ ഇറക്കിയിട്ടു. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കറിയാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ഇരട്ടി എടുക്കുക എന്നുള്ളതാണ്. ഇരട്ടി എടുക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക, 24നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 24നെ ഇരട്ടി എടുത്താൽ മതി. അപ്പൊ 24നെ ഇരട്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 20ന്റെ ഇരട്ടിയും 4ന്റെ ഇരട്ടിയും എടുക്കാം. 20ന്റെ ഇരട്ടി എത്രയാണ്? 40 ആണ്. 2ന്റെ ഇരട്ടി എത്രയാണ്? 4ന്റെ ഇരട്ടി എത്രയാണ്? 8 ആണ്. അപ്പൊ 24ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 40ഉം പിന്നെ വരുന്ന 8ഉം കൂട്ടി എത്ര കിട്ടും? 48 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ചെയ്ത 456 എടുക്കുക. 456ന്റെ ഇരട്ടി നമുക്കിത് 400ഉം 50ഉം 6ഉം ആക്കാം. 400 എടുക്കാം, 50 എടുക്കാം, 6 എടുക്കാം. 400ന്റെ ഇരട്ടി എത്രയാണ്? 800. അപ്പൊ 800 മാറ്റി വെച്ചു അല്ലേ? then 50 ഉണ്ട്. 50ന്റെ ഇരട്ടി എത്രയാണ്? 100. ആ 100നെ മാറ്റി വെച്ചു. പിന്നെന്താ ഉള്ളത്? 6. 6ന്റെ ഇരട്ടി എത്രയാണ്? 12. ഇനി അതെല്ലാം കൂടി കൂട്ടിയ ഉത്തരമായി. അപ്പൊ 800ഉം 100ഉം 900ഉം 12 നമുക്ക് എന്ത് കിട്ടും? 912 എന്ന് അങ്ങനെയും ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ഡയറക്റ്റ് മെത്തേഡ് പഠിക്കാം. എളുപ്പത്തിലുള്ള മെത്തേഡ് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ.